സിന്ദൂരരേഖ. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 41. ആ വൃത്തികെട്ടവനെ കൊല്ലണം. എൻ്റെ മോനെ ഈ രീതിയിലാക്കിയ ആ ചന്ദ്രമംഗലത്തെ പത്മനാഭനെ കൊന്നുകളയണം. നടുവൊടിഞ്ഞ് എഴുന്നേൽക്കാനാവാതെ ഹോസ്പിറ്റൽ മുറിയിലെ കട്ടിലിൽ കിടക്കുന്ന ആദിത്യൻ്റെ അവസ്ഥ കണ്ടതും വത്സലയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആദിത്യൻ്റെ അവസ്ഥ കണ്ട് ഒടുവിൽ സുകുമാരനും അനിയനും കൂടിയാണ് അവനെ ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് പോയത്. എൻ്റെ മോൻ്റെ ശരീരം മുഴുവൻ ഇടിച്ച് പറിച്ചതിന് അവനും ഇതുപോലെ ഇഞ്ചിഞ്ചായിട്ട് അനുഭവിക്കണം. അവർക്ക് എത്ര പറഞ്ഞിട്ടും ദേഷ്യം തീരുന്നില്ലായിരുന്നു. എൻ്റെ അമ്മേ, ഒന്നും മിണ്ടാതിരി. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ റൂമിൽ രോഗികളുള്ളതാണ്. ഇങ്ങനെ കിടന്ന് ചിലയ്ക്കാതെ നമ്മൾ ആരാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ആദിത്യൻ്റെ അരികിലായി ഇരുന്ന വിനീത വത്സലയുടെ രോദനം കണ്ട് സഹിക്കാൻ വയ്യാതെ മുറുമുറുത്തു. അതെ, ഞാനാരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവർ ഒന്നും കൂടി മകനെ ദയനീയമായി ഒന്ന് നോക്കിയിട്ട് ആ മുറിയിൽ നിന്നും ചാടിത്തുള്ള ഇറങ്ങിപ്പോയി. വിനീതെ ഒന്നനങ്ങാൻ പോലും ആകാതെ കണ്ണുകൾ മാത്രം ചലിപ്പിച്ചുകൊണ്ട് അവൻ അടുത്തിരിക്കുന്ന ഭാര്യയെ മെല്ലെ വിളിച്ചു. എന്താ ആദ്യേട്ടാ? അവൾ ചോദിച്ചു. എൻ്റെ കാര്യം എന്താ ഡോക്ടർ പറഞ്ഞത്? അവൻ പ്രതീക്ഷയോടെ ചോദിച്ചു. ആദിത്യൻ്റെ കാലിലെയും കയ്യിലെയും എല്ലിൻ്റെ പൊട്ടലുകൾക്ക് മുകളിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. നടുവിൻ്റെ കാര്യത്തിൽ എന്തോ സർജറി വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് തന്നെ. അവളത് അവനോട് പറയണോ വേണ്ടയോ എന്ന് സംശയിച്ചൊന്ന് നിശബ്ദയായി. എന്താടി, നീ എന്താ ഒന്നും മിണ്ടാത്തത്? വിനീതയുടെ ആലോചന കണ്ടപ്പോൾ ഒടുക്ക ആദിത്യൻ വാതുറന്ന് ചോദിച്ചു പോയി. ആദ്യേട്ടൻ്റെ കൈയും കാലും ഒക്കെ ശരിയാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നടുവിൻ്റെ കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല. അവൾ വലിയ ഭാവഭേദങ്ങളൊന്നും കൂടാതെ തന്നെ പറഞ്ഞു. എൻ്റെ നടുവിനെന്തു പറ്റി? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവൻ വെപ്രാളപ്പെട്ടു. അവരൊന്നും തുറന്നു പറയുന്നില്ല ആദ്യേട്ടാ. ഏതാണ്ടൊക്കെ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് പറയാമെന്നാണ് ഡോക്ടേഴ്സിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്. അവൾ ആദിത്യൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് വിശദീകരിച്ചു. സർജറിയോ? ആ വൃത്തികെട്ടവൻ എൻ്റെ നടുവിൻ്റെ പുറത്ത് കാലുകൊണ്ടൊന്ന് കുത്തിയതിനാണോ സർജറി? അപ്പോഴും അവൻ്റെ ചുണ്ടുകളിൽ പുച്ഛമായിരുന്നു. നിങ്ങളങ്ങനെ കൂടുതൽ പുച്ഛിച്ചു കിടക്കണ്ട. അവനെ കളരി. നിങ്ങളുടെ ഏതോ മർമ്മസ്ഥാനത്തിനിട്ട് അവൻ നല്ലോണം താങ്ങിയിട്ടുണ്ട്. ഡോക്ടർമാർ പോലും ഒന്നും പറയുന്നില്ല. ഇനി ആദ്യമായിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ എന്ന് പോലും അവർക്ക് സംശയമാണ്. വിനീത ഉള്ളത് മുഴുവൻ ആദിത്യനോട് തുറന്നു പറഞ്ഞു. നീ എന്തൊക്കെയായി പറയുന്നേ? എനിക്കിനി എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലെന്നോ? അതെങ്ങനെയാ ശരിയാവുന്നേ? അവനിൽ വെപ്രാളം കയറി. ദേഹം മുഴുവൻ വിയർപ്പ് പൊടിഞ്ഞു. അതൊന്നും എനിക്കറിയില്ല ആദ്യേട്ടാ. ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഡോക്ടർമാർ വരണം. വിനീത അതും പറഞ്ഞുകൊണ്ട് ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്നു. എൻ്റെ പൊന്നോ, ഹോ, എന്തൊരടിയായിരുന്നു! രശ്മി അതും പറഞ്ഞുകൊണ്ട് സുധാമണിയെ നോക്കി പൊട്ടിച്ചിരിച്ചു. സത്യം മോളെ, ശരിക്കും പറഞ്ഞാൽ വേറെ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ നല്ലോണം വിഷമിച്ചേനെ. പക്ഷേ ഈ വീട്ടിലെ ആദിത്യൻ അത് ചോദിച്ചു വാങ്ങിയതാണ്. എന്തായാലും ഇതോടെ അവൻ്റെ അഹങ്കാരം കുറഞ്ഞാൽ മതിയായിരുന്നു. അടുത്ത ദിവസത്തേക്കുള്ള പച്ചക്കറികൾ എറിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കുന്നതിനിടയിൽ സുധാമണി ഉറപ്പോടെ പറഞ്ഞു. എൻ്റെ പപ്പേട്ടൻ്റെ അടുത്താണ് അവൻ്റെ കളി. എൻ്റെ പപ്പേട്ടനെ കളരി. പണ്ണൻ്റെ പുറകെ നടന്ന ഒരു റൗഡിയുടെ പപ്പും പൂടയും വരെ എടുത്ത് അങ്ങേരെ ഒരു മൂലക്കിട്ടവനാള്. ഇപ്പോഴും അവൻ എഴുന്നേറ്റ് നടക്കുമ്പോൾ ചട്ടിയാണ് നടക്കുന്നത്. ഇനിയിപ്പോൾ ആദിത്യനും ജീവിതകാലം മുഴുവൻ ഈ മലപ്പടപ്പ് കിടക്കുന്നത് കാണാം. ഇനി കുറച്ച് നാളത്തേക്ക് അമ്മായിയമ്മയുടെയും മരുമകളുടെയും പത്തി ഒന്ന് താഴും. അത് പറയുമ്പോൾ അവളുടെ അണപ്പല്ലി ഞെരിഞ്ഞു. എൻ്റെ പൊന്നുമോളെ, അതുങ്ങളെ ഒന്ന് സൂക്ഷിച്ചോണേ. ഏതും പോരാത്ത ജന്മങ്ങളാ. ഇനിയിപ്പോൾ ഇതിൻ്റെ പക അവർ മോളോട് കാട്ടുമെന്നാ എൻ്റെ പേടി. സുധാമണി അവരുടെ ആശങ്ക പ്രകടിപ്പിച്ചു. ആൻറ്റി അതോർത്തൊന്നും വിഷമിക്കേണ്ട. എനിക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല. അവൾ മനസ്സ് നിറഞ്ഞു ചിരിച്ചു. എങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ കൊച്ചേ, ഇന്ന് താമസിച്ചു, നേരെ ഇരുട്ടി. അവരതും പറഞ്ഞുകൊണ്ട് പോകുവാനായി തയ്യാറായി. ആൻറ്റി, സദ്യയുടെ കറികളൊക്കെ ഒരുപാട് ഇരിപ്പുണ്ട്, പിന്നെ പായസവും. എല്ലാം എടുത്തോണ്ട് പൊയ്ക്കോ. വെറുതെ എന്തിനാ അതൊക്കെ വേസ്റ്റ് ആക്കുന്നേ? രശ്മി നിർബന്ധിച്ചതും അവർ നന്ദിയോടെ അവളെ നോക്കി. ശേഷം പാത്രങ്ങളിൽ കറികൾ നിറച്ചു ഒരു കവറിലേക്ക് ആക്കി വെച്ചു. കൂടെ പായസവും.
എന്നാൽ പൊയ്ക്കോട്ടെ മോളെ. അവർ യാത്ര പറഞ്ഞുകൊണ്ട് പോയതും രശ്മി മുൻവാതിൽ അകത്തു നിന്നും കുറ്റിയിട്ടു. സമയം നോക്കിയപ്പോൾ 8:30 കഴിഞ്ഞിരുന്നു. അത്താഴം കഴിഞ്ഞിരുന്നെങ്കിൽ കിടക്കാമായിരുന്നെന്ന് അവൾക്ക് തോന്നി. അവൾ വേഗം സുകുമാരൻ്റെ മുറിയിലേക്ക് നടന്നു. അച്ഛേ. അവിടെ എന്തോ ഫയൽ നോക്കിക്കൊണ്ടിരുന്ന സുകുമാരനെ അവൾ സ്നേഹത്തോടെ വിളിച്ചു. എന്താ മോളെ? അത് ചോറ് വിളമ്പി വെക്കട്ടെ. അനി ഇപ്പോൾ കഴിക്കാൻ വരുന്നുണ്ടോ മോളെ? ഞാൻ വിളിക്കാൻ വേണ്ടി പോവുമായിരുന്നു. എങ്കിൽ വിളമ്പിക്കോ മോളെ, ഞാൻ വന്നോളാം. അയാൾ അതും പറഞ്ഞിട്ട് വീണ്ടും ഫയലിലേക്ക് മുഖം പൂഴ്ത്തി. അവൾ അടുക്കളയിലേക്ക് നടന്നു. കറികളെല്ലാം ചൂടാക്കി ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. അനിയ സുകുമാരനും വന്നതോടെ അവൾ അവരുടെ പാത്രങ്ങളിൽ വിളമ്പി കൊടുത്തു. കൂടെ രശ്മിയും കഴിക്കാനായിരുന്നു. അച്ഛാ, ആദിത്യൻ്റെ കാര്യം വല്ലതും അറിഞ്ഞോ? ഡൈനിങ് ടേബിളിൽ നിശബ്ദത കട്ട പിടിച്ചതും രശ്മി അറിയുവാനായി അയാളോട് ചോദിച്ചു. ഇനി എഴുന്നേറ്റ് നടക്കത്തില്ല എന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത്. MRI നാളെ ചെയ്യുമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് അറിയാം അവൻ എന്താ തീരുമാനിക്കുന്നതെന്ന്. അയാൾ വളരെ തണുപ്പും മട്ടിലാണ് പ്രതികരിച്ചത്. രശ്മി, ഇനി അവരെക്കുറിച്ചുള്ളൊരു സംസാരം നമുക്കിടയിൽ വേണ്ട. ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കുമെന്ന ഒരു പാവം പെങ്കൊച്ചിൻ്റെ ജീവിതം നരയിപ്പിച്ചതിന് അവൻ ഈശ്വരൻ കൊടുത്ത ശിക്ഷയാണിത്. ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിച്ചാൽ മതിയായിരുന്നു. അവൻ പാത്രത്തിലുള്ള ചോറ് കറിയൊഴിച്ച് കൂട്ടിക്കുഴച്ച് ഉരുളകളാക്കി കഴിക്കുന്നതിനിടയിൽ പറഞ്ഞു. അതാണ് സത്യം. എൻ്റെ മകൻ ഇതാണ് അവസ്ഥയെങ്കിൽ ഭാര്യയുടെ അവക്കട പുന്നാര മരുമോളുടെയും ഭാവിയിലെ അവസ്ഥ എന്തായിരിക്കും? അയാളുടെ ചോദ്യം ചിന്തനീയമായിരുന്നു. എങ്കിലും അതിൻ്റെ പുറകെ പോയി ഇപ്പോഴുള്ള മനസ്സമാധാനം കൂടി കളയാൻ അവരാരും ഒട്ടും ആഗ്രഹിച്ചില്ല എന്ന് വേണം പറയുവാൻ. ആഹാരവും കഴിച്ച് സുകുമാരൻ കിടക്കുവാനായി എഴുന്നേറ്റ് പോയി. എടി, എന്തേലും സഹായിക്കണോ? എല്ലാവരും കഴിച്ച പാത്രങ്ങൾ അടുക്കളയിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന രശ്മിയോടായി അനി ചോദിച്ചു. വേണ്ട ഏട്ടാ, അനിയേട്ടൻ പോയി കിടന്നോളൂ. ഞാൻ ഈ അടുക്കളയൊന്ന് ഒതുക്കി വെച്ചിട്ട് വേഗം വന്നേക്കാം. ബാക്കിയൊക്കെ സുധാൻ്റെ നാളെ വന്നിട്ട് ചെയ്തോളും. രശ്മി അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ശേഷം അനിയെ ബലമായി തങ്ങളുടെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. ഹോ, രക്ഷപ്പെട്ടു. അവൻ പോയെന്ന് കണ്ടതും കള്ളത്തരം കാട്ടുന്ന കുട്ടിയെപ്പോലെ അവൾ നെഞ്ചിന് മുകളിൽ വലതുകൈ ചേർത്ത് വെച്ച് ഒന്ന് നെടുവീർപ്പെട്ടു. അങ്ങേര് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സസ്പെൻസ് മൊത്തം പൊളിഞ്ഞേനെ. അവൾ അടുക്കള ഒന്നൊതുക്കി പതിയെ ഗസ്റ്റ് റൂമിലേക്ക് നടന്നു. ബാത്റൂമിൽ കയറി ഒന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം അനി പിറന്നാൾ സമ്മാനമായി തന്നെ നേരിയത് ബോക്സിൽ നിന്നും പുറത്തേക്കെടുത്തു. അവൾ ആ വസ്ത്രം മണപ്പിച്ച് നോക്കി. റോസാപ്പൂവിൻ്റെ മനം മയക്കുന്ന സുഗന്ധം. രശ്മി ഒരു നിമിഷം കണ്ണുകളടച്ച് ആ ഗന്ധം മനസ്സിലേക്ക് ആവാഹിച്ചു. ശേഷം ആ നേരിയതും മുണ്ടും ഭംഗിയായി ഞൊറിഞ്ഞെടുത്തു. തളരരുത് രശ്മി, തളരരുത്. മര്യാദയുള്ള ഒരമ്മായിയമ്മയുടെ കുറവ് ഈ വീട്ടിലുള്ളത് കൊണ്ട് സ്വന്തം ആദ്യരാത്രിക്ക് വേണ്ടി സ്വയം ഒരുങ്ങേണ്ടി വരും. പിറുപിറുത്തുകൊണ്ട് ഇടുപ്പ് വരെയുള്ള മുടി അവൾ പിന്നിലേക്ക് ചീവി മെടഞ്ഞിട്ടു. ഷെടാ, മുല്ലപ്പൂ ഇനി എവിടുന്ന് സംഘടിപ്പിക്കും? തലയിൽ ചൂടാനുള്ള പൂക്കളൊന്നും തന്നെ അവിടെ ഇല്ല എന്ന് കണ്ടതും അവളൊന്ന് ചുണ്ടുകൾ ചുളുക്കി. അനിയേട്ടൻ്റെ സ്വപ്നത്തിലെ ആദ്യരാത്രിക്ക് ഞാൻ മുല്ലപ്പൂവും വെച്ചുകൊണ്ടാണോ ഇനി ചെല്ലുന്നത്? അവൾ കൂലംകുഷിതമായി ചിന്തിച്ചു. കോപ്പ്, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ല പിന്നെ. അവൾ അടുക്കളയുടെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. അടുക്കള മുറ്റത്ത് പൂത്തു നിൽക്കുന്ന കുറച്ച് റോസാപ്പൂക്കൾ കയ്യിൽ പറിച്ചെടുത്തു. തൊട്ടടുത്ത് നിൽക്കുന്ന തുളസിയുടെ ഒരു കതിരും. ഇതൊക്കെ വെച്ചാൽ തിരുവാതിര കളിക്ക് പോകുന്ന പോലെ ആവുമോ ഇനി? അടുക്കള വാതിലകത്ത് നിന്ന് പൂട്ടിത്തിരിഞ്ഞപ്പോഴും രശ്മിയുടെ ഉള്ളിൽ ആ സംശയമായിരുന്നു പുതുതായി മുളച്ചു പൊട്ടിയത്. സാരമില്ല, എൻ്റെ അനിയേട്ടനല്ലേ, പോരാത്തതിന് രണ്ടാമത്തെ ഫസ്റ്റ് നൈറ്റും, അപ്പോൾ ഇത്രയൊക്കെ ഗെറ്റപ്പ് ഉണ്ടായാൽ മതി. അവൾ സ്വയം സമാധാനിച്ചു. ശേഷം റോസാപ്പൂ ഓരോന്നായി ബൺ പോലെ പിന്നലിൻ്റെ തുടക്കത്തിൽ കയ്യിലിരുന്ന സ്ലൈഡിൽ വെച്ച് ഒരു വിധത്തിൽ കുത്തിവെച്ചു. അതിന് നടുവിലായി ഒരോളത്തിന് തുളസിക്കതിരും നാട്ടി. അടുത്ത ഐറ്റം ഒരു ഗ്ലാസ് പാല്. സ്റ്റവിന് മുകളിൽ തിളപ്പിച്ചു വെച്ച പാല് ഒരു കുപ്പി ഗ്ലാസ്സിൽ പാട നീക്കി ഒഴിച്ചെടുത്തവൾ. ഇപ്പോൾ എല്ലാം കറക്റ്റായി. അടിതൊട്ട് മുടി വരെ ഒന്നോടെ വിശദമായി പരിശോധിച്ചതിന് ശേഷം അവൾ ഒന്നുപോലും വിട്ടുപോയിട്ടില്ല എന്നത് മനസ്സിലുറപ്പിച്ചു. ശേഷം മന്ദം മന്ദം സ്വന്തം മുറിയിലേക്ക് നടന്നു. എൻ്റെ ഈശ്വര, മുല്ലപ്പൂവിൻ്റെ കാര്യത്തിൽ മാത്രം ഇത്തിരി കൺഫ്യൂഷനുണ്ട്.
ഏട്ടൻ്റെ സ്വപ്നത്തിൽ അതില്ലാതിരുന്നാൽ മതിയായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടാണ് രശ്മി വാതിലിന് മുൻപിൽ പോയി ഇത്തിരി നേരം നിന്നത്. മനസ്സിനെ ഒന്ന് ശാന്തമാക്കി ഡോർ തുറന്ന് ഇത്തിരി വിറയലോടെ തന്നെ അകത്തേക്ക് കയറി. ശേഷം അകത്തു നിന്നും വാതിൽ കുറ്റിയിട്ടു. തിരിഞ്ഞു നിന്ന് മുറിയാകമാനം കണ്ണുകൾ ഒടിച്ചപ്പോഴാണ് അവൾ അറിയുന്നത് അനിരുദ്ധ അവിടെ ഇല്ല എന്ന കാര്യം. ഇതിപ്പോൾ എവിടെ പോയി? ആറ്റുനോറ്റ് ഇത്രയും പ്ലാനിങ് ഒക്കെ നടത്തി ഇവിടം വരെ എത്തിച്ചിട്ട് ഇനി എൻ്റെ ഫസ്റ്റ് നൈറ്റ് എങ്ങാനും മുടങ്ങിപ്പോവോ? അവളൊട്ടൊരാലോചനയോടെ ആശങ്കയോടെ ആലോചിച്ചു. അപ്പോഴേക്കും ബാത്റൂമിൻ്റെ വാതിൽ തുറന്ന് അനി മുറിയിലേക്ക് കടന്നു വന്നിരുന്നു. ഷോർട്ട് മാത്രമായിരുന്നു അവൻ്റെ വേഷം. തോളിലായി വിടർത്തിയിട്ടിരിക്കുന്ന ടവൽ കൊണ്ട് തല തുടച്ചുകൊണ്ടാണ് ആളിൻ്റെ വരവ്. രശ്മി അവൻ്റെ വിരിഞ്ഞ നെഞ്ചിലേക്ക് നോക്കി കണ്ണുകൾ വിടർത്തി നിന്നു. എൻ്റെ പൊന്നോ, അനിയേട്ടന് ഇത്രയൊക്കെ ശരീര സൗന്ദര്യം ഉണ്ടായിരുന്നോ? അല്ലെങ്കിലും പണക്കാർക്കൊക്കെ സൗന്ദര്യം ദൈവം വാരിക്കോരി കൊടുക്കുമെന്നു പണ്ടേ തനിക്കറിയാവുന്ന കാര്യമാണ്. പിറുപിറുത്തുകൊണ്ടാണ് അവൻ്റെ ഒരു നോട്ടത്തിന് വേണ്ടി അവൾ പ്രതീക്ഷയോടെ നോക്കി നിന്നത്. അപ്പോൾ നാളെ അടുത്ത പാട്ടുമായിട്ട് വരാവേ. പതിവ് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തിയിട്ട് പോണേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.